തീർച്ചയായിട്ടും കഴിഞ്ഞൊരു 3-4 ദിവസമായി ഒരു ടീമായിട്ട് നമ്മൾ ടീം UDF ആയിട്ട് നിയമത്തിൽ ഇറങ്ങിയ ദിവസം മുതൽക്ക് എല്ലാ ദിവസവും നമ്മുടെ ആത്മവിശ്വാസം കൂടുന്നുണ്ട്. സാധാരണ എല്ലാ സ്ഥാനാർത്ഥികളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കും. പക്ഷേ എൻ്റെ ആത്മവിശ്വാസം നിയമത്ത് പ്രത്യേകിച്ച് അവിടുത്തെ കണക്കുകളിലാണ്. അതോടൊപ്പം അവിടുത്തെ സാധാരണക്കാരായ ആളുകൾ വീട്ടിൽ ചെല്ലുമ്പോൾ കഴിഞ്ഞ തവണ പറ്റിയ തെറ്റിനെക്കുറിച്ച് അവർ പറയുകയാണ്. UDFന് ശക്തമായിട്ടുള്ള അടിത്തറയുള്ള മണ്ഡലമാണ്. ഒരിടക്കാലത്ത് അവിടെ നമ്മൾ ഫോം ഔട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സൂപ്പർ ഫോമിൽ UDFിലെ എല്ലാ ടീമുകളും ഒരുമിച്ച് കളിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് സഞ്ജു സാംസന്റെ കാര്യം മാത്രമാണ്. നമ്മൾ സഞ്ജു സാംസൺ മാത്രമല്ല, ടീം ഇന്ത്യ വളരെ ശക്തമായി കളിച്ചതുപോലെ തന്നെ നേമത്തെ ടീം UDF ശക്തമാണ്. നമ്മൾ തന്നെ വിജയിക്കും, യാതൊരു സംശയമില്ല. അല്ല ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം, ഞാൻ സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ മേയറായിട്ട് കണ്ട ഒരാളാണ് ഞാൻ അങ്കിൾ എന്ന് വിളിക്കുന്ന ശിവൻകുട്ടി അങ്കിൾ. അപ്പോൾ ശിവൻകുട്ടി അങ്കിളിനും പാർവതി ആൻറ്റിയും അവരൊക്കെ എൻ്റെ ഫാമിലി, അച്ഛൻ അത്രയും ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പം എൻ്റെ പിതാവ് സ്പീക്കറായിരുന്നപ്പോഴും നിയമസഭയിൽ വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴും വെളിയിൽ വന്ന് അച്ഛനായിട്ട് വളരെ ആത്മബന്ധമുള്ള ആളായിരുന്നു. അപ്പം അന്നെനിക്ക് ഓർമ്മയുണ്ട്, അച്ഛൻ എന്ന അരുവിക്കര MLA സ്പീക്കറുമായിരുന്നു. അപ്പം ഏതെങ്കിലും ബഡ്ജറ്റൊക്കെ പ്രഖ്യാപിക്കുമ്പം അരുവിക്കരയ്ക്ക് ഫണ്ട് വരുമ്പം അന്ന് MLA ആയിരുന്ന ശിവൻകുട്ടി ചേട്ടൻ ബഹളം ഉണ്ടാക്കുമായിരുന്നു. അപ്പം ആ ശിവൻകുട്ടി ചേട്ടനെ കുറിച്ച് എനിക്ക് പേഴ്സണലായിട്ടൊന്നും പറയുന്നത് എനിക്ക് താല്പര്യമില്ല. ആരാണ് കരുത്തൻ, ആരാണ് കരുത്തില്ലാത്തതെന്നുള്ളതൊക്കെ ജനങ്ങളാണ് നിശ്ചയിക്കുന്നത്. കരുത്താർക്കാണ്, BJP തടയാനുള്ള കരുത്താർക്കാണെന്നുള്ളത് ജനങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും ആ കരുത്ത് സർവേശ്വരൻ അനുഗ്രഹത്താൽ UDFിലാണ്. അതോടൊപ്പം അദ്ദേഹത്തിന്, ഞാൻ പറഞ്ഞില്ലേ, പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, പക്ഷേ നിലപാടുകൾ. ഇപ്പം നമ്മൾ നോമിനേഷൻ കൊടുത്തിരിക്കുന്നത് ജില്ലാ ലേബർ ഓഫീസറിലാണ്. ഈ BJPയുടെ തെറ്റായിട്ടുള്ള ലേബർ കോഡുകൾ പിൻവാതിലൂടെ കേരളത്തിൽ കടത്തിവിട്ട മന്ത്രിയുടെ പേര് ശ്രീ ശിവൻകുട്ടി എന്നുള്ളതാണ്. ശിവൻകുട്ടി എന്ന വ്യക്തിക്കെതിരെ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ലേബർ കോഡുകൾ, BJPയുടെ ലേബർ കോഡുകൾ BJP സംസ്ഥാനങ്ങൾ പോലും അംഗീകരിക്കാത്തപ്പോൾ അത് കേരളത്തിലേക്ക് കടത്തിവിട്ട മന്ത്രിയുടെ പേര് ശ്രീ V ശിവൻകുട്ടി എന്നാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ആളുകളും രാഷ്ട്രീയ ഭേദമന്യേ ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീമതി സോണിയാഗാന്ധി. അനാവശ്യമായി നിയമസഭയുടെ സഭാതലത്തിനകത്ത് സോണിയാഗാന്ധിയെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് അപമാനിച്ച ശ്രീ V ശിവൻകുട്ടി എന്ന ഇടതുപക്ഷക്കാരനെ നേമത്തെ ജനങ്ങൾ അത് മറക്കില്ല എന്ന് ഞാൻ പറയുകയാണ്. ഈ രാഷ്ട്രീയം ഞാൻ പറയുന്നുള്ളൂ. വ്യക്തിപരമായിട്ടുള്ള എല്ലാ സ്നേഹം അതുപോലെ തന്നെയുണ്ട്. പക്ഷെ സോണിയാഗാന്ധിയെ ഇങ്ങനെ അപവാദിച്ച ഒരാൾ, അതോടൊപ്പം BJP സംസ്ഥാനങ്ങൾ പോലും നടപ്പിലാക്കാത്ത ലേബർ കോഡുകൾ പിൻവാതിലൂടെ ആരും അറിയാതെ കേരളത്തിൽ ഈ ഓഫീസിലൂടെ കടത്തിവിടാൻ നോക്കിയ അദ്ദേഹത്തെ കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള മതനിരപേക്ഷ സമൂഹം അംഗീകരിക്കത്തില്ല എന്ന് മാത്രം ഞാൻ പറയുന്നു. അല്ലാതെ എൻ്റെ ഒരു സ്റ്റൈൽ അതാണ്. ഞാൻ പറഞ്ഞില്ലേ, അത് ഏത് സ്ഥാനാർത്ഥി, ഇപ്പോൾ ഇവിടെ നോമിനേഷൻ കൊടുക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവട്ടെ, അല്ലെങ്കിൽ പരിണിതപ്രജ്ഞനായിട്ടുള്ള കരുത്തനായിട്ടുള്ള ശ്രീ V ശിവൻകുട്ടി ആകട്ടെ, ജനാധിപത്യത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഒരേ തുക കെട്ടിവെച്ചുകൊണ്ട് ഒരേ വരണാധികാരിക്ക് മുമ്പ് നമ്മൾ പേപ്പർ കൊടുക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം മന്ത്രിയല്ല, അദ്ദേഹം MLA അല്ല, ഞാനും അദ്ദേഹമൊക്കെ സ്ഥാനാർത്ഥികളാണ്. പക്ഷേ അദ്ദേഹം എന്നെ എത്രത്തോളം എന്നെക്കുറിച്ച് മോശം പറഞ്ഞാലും എനിക്ക് മനസ്സിലുള്ളത് എൻ്റെ പിതാവായിട്ടൊക്കെ നല്ല ബന്ധമുള്ള, എൻ്റെ കുടുംബമായിട്ട് നല്ല ബന്ധമുള്ള ശ്രീ ശിവൻകുട്ടിയാണ്. അദ്ദേഹത്തിന്, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു അപ്പൂപ്പനെ പോലെ അദ്ദേഹത്തിന് എന്നെ കുറ്റം പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം തന്നെ മന്ത്രി അപ്പൂപ്പൻ എന്നല്ലേ പറയുന്നത്. ഞാനൊരു കൊച്ചുകുട്ടിയല്ലേ, കുഴപ്പമില്ല. അപ്പൂപ്പന്മാരൊക്കെ നമ്മളെക്കുറിച്ച്, നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരത്തില്ലേ അപ്പൂപ്പൻ എന്നാ പറയുന്നതെന്നുള്ളത്. ഞാനതിൽ അങ്ങനെ കാണുന്നുള്ളൂ. അയ്യോ, അത് ജയിച്ചു കഴിഞ്ഞ് കാണാൻ പോകുമ്പോഴൊക്കെ അതേ സ്നേഹം അദ്ദേഹത്തോട് കാണും. ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ ലെഗസിയുള്ള ഒരു വ്യക്തിയാണ്, നല്ല വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ അത് നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടുകൾ, പ്രത്യേകിച്ച് സോണിയാജിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കടുത്ത വിമർശകർ പോലും ശ്രീമതി സോണിയാഗാന്ധിയെ കുറ്റം പറയത്തില്ല. ആ സോണിയാഗാന്ധി വിഷയത്തിൽ അത് നിയമസഭയ്ക്കകത്ത് സഭാരേഖയാക്കാൻ നോക്കി, കവലപ്രസംഗത്തിലല്ല. അപ്പം അത് ഞാൻ പറയുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം അതിനെതിരെ, സോണിയാഗാന്ധിക്കെതിരെ പറയുകയാണെങ്കിൽ തികച്ചും മറുപടി പറയാൻ നമ്മളും തയ്യാറാണ്. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്, വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമല്ല. അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് നമ്മളെതിരാണ്. BJPയുടെ രാഷ്ട്രീയം, വലിയ പണക്കൊഴുപ്പ്. എന്നോട് തന്നെ പലരും നിങ്ങൾ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ഈ ആസ്തി വികസിച്ചതിനെ കുറിച്ച്. അദ്ദേഹം ബിസിനസ്സുകാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആസ്തി വികസിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹത്തിന് പ്രൈവറ്റ് കമ്പനിയൊക്കെ ഉള്ളതാണ്. പക്ഷെ അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകർന്നിരിക്കുമ്പോൾ, ഇന്ത്യയിലെ സാധാരണക്കാരനും പട്ടണിക്കാരുടെ എണ്ണം കൂടുമ്പോൾ, ഇന്ത്യയുടെ മധ്യവർഗത്തിൻ്റെ
മിഡിൽ ക്ലാസിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടുമ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ പണക്കൊഴുപ്പും പണം കൂടുന്നതും കോടിപതികളുടെ കയ്യിലാണെന്ന്. ഇവിടെ ക്രോണി ക്യാപിറ്റലിസമാണ്, കോടിപതികളുടെ എണ്ണം കൂടുന്നു, അവർക്കെല്ലാം സർക്കാർ സഹായം ചെയ്യുന്നു എന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ അഫിഡവിറ്റ്. 2 വർഷം കൊണ്ട് വികസിതമായിട്ടുള്ള 68 കോടി രൂപയുടെ വരുമാനം വർദ്ധിച്ചു. അത് രാഹുൽ ഗാന്ധി ജി തന്നെയാണ് പറയുന്നത്. രാഹുൽജി പറയുന്നത് എന്താണ്? ഇവിടെ പാവപ്പെട്ടവൻ്റെ പൈസ ഇല്ലാത്തപ്പോൾ പണക്കാരുടെ പണം കൂടുന്നു. പണം ഉണ്ടാക്കുന്ന തെറ്റല്ല, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്ക് ഞാൻ കടക്കുന്നുമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞ ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ നടക്കുന്ന ക്രോണി ക്യാപിറ്റലിസം, ഇവിടെ സർക്കാരിനോട് ഇഷ്ടമുള്ള ബിസിനസ്സുകാർക്ക് കൊടുക്കുന്ന ഫേവറുകൾ കാരണം അവർ വികസിതമാകുന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് പാവപ്പെട്ടവൻ്റെ സേവിങ്സ് അക്കൗണ്ട് കുറയുമ്പോൾ ബിസിനസ്സുകാരനായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ അസറ്റിൽ 64 കോടി രൂപ കൂടുക എന്നുള്ളത്. അദ്ദേഹം അത് ബിസിനസ്സിനോടാണെങ്കിൽ തെറ്റൊന്നുമില്ല, പക്ഷേ സർക്കാർ തെറ്റായ നയങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഈ പണക്കൊഴുപ്പും നമുക്കില്ല. നമ്മൾ ടീം UDF ആണ്. നമ്മൾ കഷ്ടപ്പെട്ട് സാധാരണക്കാരാണ്. നമ്മൾ നല്ല വിജയം, നല്ലൊരു ടീം നമ്മളോടൊപ്പമുണ്ട്. എല്ലാ പാർട്ടികളും ഒരുമിച്ചാണ്. ഇത്തവണ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ നേര് UDF-നൊപ്പമായിരിക്കും.